ഹായ് ഗൈസ്, ചെമ്പനീർ പൂ പുത്തൻ പുതിയ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിയും അച്ചമ്മയും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളും അവരുടെ സന്തോഷ നിമിഷങ്ങളുമാണ് ചെമ്പനീർ പൂവിൽ ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. പൊങ്കലുമായി സംബന്ധിച്ചിട്ടുള്ള എപ്പിസോഡായിരുന്നു. അങ്ങനെ നമ്മുടെ ബീരാനായിട്ട് അഭിനയിക്കുന്ന കൊച്ചച്ഛൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കൊച്ചച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഈ പൊങ്കലൊക്കെ എന്താണെന്നറിയുന്നു. അപ്പോൾ അയാൾ അറിയാതെ പറഞ്ഞു പോയതാണ് കേട്ടോ. ഈ പൊങ്കലിനെ കച്ചവടം നല്ല ഡള്ളായിരിക്കുന്നു പറഞ്ഞ്. ബീരാനും അത് ഇറച്ചി വെട്ടുകാരനാണല്ലോ, അതാർക്കും അറിയില്ല. അപ്പം അയാൾ പറഞ്ഞത് കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തിരിച്ച് നോക്കുകയാണ്. അപ്പോൾ ശ്രുതി എന്തെങ്കിലും പറഞ്ഞ് വിഷയം മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ബീരാൻ പറഞ്ഞ് നമ്മുടെ ശ്രുതി നല്ല അഭിനയമാണെന്ന്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, പൗഡർ എടുത്ത് കുറച്ച് അഭിനയിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സച്ചിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ ബീരാൻ്റെ സ്വഭാവത്തിലൊക്കെ. ഏതായാലും ശ്രുതിയുടെയും ബീരാൻ്റെയും കള്ളത്തരങ്ങളൊക്കെ സച്ചി കണ്ടുപിടിക്കുമോ എന്ന് വരുന്ന എപ്പിസോഡുകളിൽ തന്നെ അറിയാം. പിന്നീട് നമുക്ക് കാണാം, പൊങ്കലിന് വേണ്ടിയിട്ട് അടുപ്പ് ഊതി കത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിക്കും വർഷയ്ക്കും ഒന്നും അത് കത്തിക്കാൻ കഴിയുന്നില്ല. അവരുടെ കണ്ണിലേക്കൊക്കെ പുക പറന്ന് അവർ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ രേവതി ആവട്ടെ അവിടെ ഇരുന്ന് ഊതി അടുപ്പൊക്കെ കത്തിച്ച്. അപ്പോൾ നമ്മുടെ അച്ഛമ്മ അതിൽ അഭിമാനം കൊണ്ടിട്ട് പറയുന്നുണ്ട്, പഠിപ്പൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, ഇങ്ങനെയുള്ള ജീവിതശൈലികളെല്ലാം അറിഞ്ഞിരിക്കണമെന്ന്. അങ്ങനെ നമ്മുടെ ശ്രുതിയും വർഷയും സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയും ശ്രീകാന്തും ഒക്കെ വന്ന് പിന്നെ 3 പേരും കൂടി ഇരുന്ന് പൊങ്കലിടുന്നതും പിന്നെ അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നതും അങ്ങനെ നല്ല സന്തോഷകരമായ നിമിഷങ്ങളാണ് ചെമ്പനീർ പൂവിൽ വരുന്നത്. എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചിട്ടുള്ള പൊങ്കലാഘോഷങ്ങളൊക്കെയാണ്. വരുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.